ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വടക്കേക്കര റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുമോഹൻ. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, നമ്മൾ റബ്ബർ മരങ്ങൾക്ക് മഴക്കാലത്ത് റെയിൻ ഗാർഡ് ഇട്ടാണ് നമ്മൾ വെട്ടുന്നത്. അത് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഷെയ്ഡോ ഒക്കെ ഇട്ട് നമ്മൾ വെട്ടും. അപ്പോൾ നമ്മൾ റെയിൻ ഗാർഡ് ഇട്ടായാലും പ്ലാസ്റ്റിക് ഇട്ടായാലും ടാപ്പിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ വെട്ടുപട്ടയിൽ. അതായത് തോരാതെ മഴ പെയ്യുക, ഇടയ്ക്ക് മഴ മാറാതെ നിൽക്കുക, അല്ലെങ്കിൽ വെളിച്ചം നല്ല സൂര്യപ്രകാശം കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള അവസരം വരുമ്പോൾ നമ്മുടെ പട്ടയ്ക്ക് പൂപ്പൽ, ഫംഗസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. സാധ്യത മാത്രമല്ല, അതിന് ഫംഗസ് അടിക്കും, അത് ഉറപ്പായിട്ടും അതിന് പൂപ്പലുണ്ടാകും. അപ്പോൾ അങ്ങനെ പൂപ്പലുണ്ടായാൽ ആ പട്ട കേടാകും, അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നതിന് നമുക്കൊരു കോമ്പൗണ്ട് ഈ പട്ടയിൽ പുരട്ടേണ്ടതുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുള്ള മരുന്ന് റബ്ബർ കോട്ട് എന്ന് നമ്മൾ സാധാരണ പറയുന്ന സാധനമാണ്. അത് കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. ആ മരത്തിന് കുറച്ച് നമ്മൾ അതിനെ തേച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയതേ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, റബ്ബർ കോട്ട് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ബൗണ്ട് ഡ്രസ്സിങ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇത് റബ്ബറിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നമുക്ക് ഒഴിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞു. നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് പറയുന്നത് റബ്ബർ കോട്ട് എന്നാണ് സാധാരണ ഇതിന് വിളിപ്പേരുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് പട്ടയിൽ പുരട്ടണം. അതിന് നമുക്ക് എന്തുകൊണ്ട് വേണമെങ്കിലും പുരട്ടാം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബ്രഷ് കൊണ്ട് പുരട്ടാം. ബ്രഷ് ഇല്ലെങ്കിൽ നമുക്കൊരു തൊണ്ട്, അതിൻ്റെ അറ്റം, അതായത് വീതി കുറച്ചൊരു തൊണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ അഗ്രം കട്ട് ചെയ്ത് ഒന്ന് ചതച്ച് അത് നാര് മാത്രമാക്കിയിട്ട് ആ മുൻഭാഗത്ത് നാരാക്കിയിട്ട് അതുകൊണ്ട് വേണേൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. തുണി കൊണ്ട് തേച്ച് പിടിപ്പിച്ചാൽ ആ തുണിയിൽ പിടിച്ചിരിക്കും, നല്ലവണ്ണം പട്ടയിൽ പിടിക്കത്തില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഒരു ബ്രഷോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് തൊണ്ട് ചതച്ച് അതിൻ്റെ തുമ്പ് കൊണ്ട് നമുക്ക് തൊട്ട് തൂക്കാം. ഇപ്പോൾ ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഒരു പഴയ ബ്രഷ് ഉള്ളതുകൊണ്ട് ആ പഴയ ഒരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പഴയ ബ്രഷാണ്. അതുകൊണ്ട് ആ ബ്രഷ് കൊണ്ട് നമുക്ക് ഈ കോമ്പൗണ്ട് ഈ പട്ടയിൽ പുരട്ടാം. ദേ, അത് ഞാൻ ഈ ഒട്ടുകറ ഇടുന്ന കൂടയ്ക്കകത്തേക്ക് വെച്ചു, ആ ബ്രഷും അതിനകത്ത് വെച്ചു. ഇനിയാണ് നമ്മൾ ഇതിന് മരുന്ന് തേക്കാൻ പോകുന്നത്. ഇതൊക്കെ അതിനകത്ത് എന്താണ് വെച്ചതെന്നുള്ളതിൻ്റെ കാരണം ഞാൻ പറയാം. ഇത് ഇപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ മുകളിലേക്ക് ഉയർത്തി ഇത് നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകാം. അത് കൂടെ നമുക്ക് ഈ പാത്രം താഴെ വെക്കേണ്ട. കാരണം നമുക്ക് ഈ പ്ലാസ്റ്റിക് മുകളിലേക്ക് പൊക്കാനും താഴ്ത്തി വെക്കാനും നമുക്ക് കൈയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് രണ്ട് കയ്യിൽ സാധനം കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, എളുപ്പമല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ഈ ഒരു കൂടയ്ക്കകത്ത് വെച്ച് ഇനി നമ്മൾ ഈ കോമ്പൗണ്ട് ഈ പട്ടയിലേക്ക് അപ്ലൈ ചെയ്യാം. വെട്ടിക്കഴിഞ്ഞ പട്ടയിലാണ് നമ്മൾ തേക്കുന്നത്. ആ പട്ടയ്ക്ക് എന്തെങ്കിലും മുറിവോ ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ്. മുറിവില്ലെങ്കിൽ പോലും ഇതിൽ ഫംഗസ് പിടിക്കത്തില്ല, പൂപ്പലടിക്കാതെ ഈ മരത്തെ സംരക്ഷിക്കും. കാരണം ഈർപ്പം ഒരു കാരണവശാലും ഇതിൽ നിൽക്കത്തില്ല. ഇതിൽ ഓയിൽ മയം ഉള്ളത് കൊണ്ട് ഈർപ്പം, നമ്മൾ മഴ പെയ്ത് ഒട്ടും ചോരാത്ത രീതിയിൽ റെയിൻ ഗാർഡ് ചെയ്താലും മഴ സമയത്ത് ഈ പ്ലാസ്റ്റിക്കിനുള്ളിൽ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിലെ ഈർപ്പം ഇതിനകത്ത് തങ്ങി നിൽക്കും. അതുകൊണ്ട് ആ ഈർപ്പം തന്നെ പട്ട ചെയ്യാനുള്ള അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കാനുള്ള അവസരമുണ്ടാക്കും. അത് പോകുന്നതിന് വേണ്ടിയിട്ട്, അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓയിൽ മയമുള്ള ഈ കോമ്പൗണ്ട് നമ്മൾ റബ്ബർ മരത്തിന് തീർച്ചയായും പുരട്ടി കൊടുക്കണം. അതായത് 2 വിരലിൻ്റെ ഘനത്തിൽ നമ്മൾ പട്ട വെട്ടി തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഘനത്തിനുള്ളിൽ നമ്മൾ ഈ കോമ്പൗണ്ട് പുരട്ടി കൊടുത്താൽ നമ്മുടെ പട്ട കേടുകൂടാതെ നമുക്ക് വളരെ വൃത്തിയായ രീതിയിൽ സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഈ അറിവ് നിങ്ങളിലേക്ക് പകരുന്നത് പലർക്കും നിങ്ങൾക്കറിയാവുന്ന കാരണം ഞാൻ പറയാതിരിക്കുകയല്ല. പക്ഷേ നിങ്ങളിൽ അറിയാവുന്നവരും അറിയാത്തവരുമുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഈ ഒരു ഭാഗം പറയുന്നത്. തീർച്ചയായും സാധാരണ ടാപ്പിങ്ങുകാർ, പുതിയതായിട്ട് ടാപ്പിംഗ് തുടങ്ങുന്നവർ, പഠിക്കുന്നവർ ഒക്കെ ഇത് മനസ്സിലാക്കാനുണ്ടെങ്കിൽ തീർച്ചയായും ഇത് മനസ്സിലാക്കി വേണം ഇനിയുള്ള കാലം നിങ്ങൾ ടാപ്പിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ ഈ കോമ്പൗണ്ട് തേക്കുന്നത് വെട്ട് ഇല്ലാത്ത ദിവസം, അതായത് നമ്മൾ വെട്ടിന് അവധി കൊടുക്കുന്ന ദിവസമാണ്. അപ്പോഴേ ഈ പട്ടയിൽ ഈ വള്ളിപ്പാൽ ഉണങ്ങിയിരിക്കണം. വള്ളിപ്പാൽ പാലായിട്ടിരിക്കുക. അതായത് വെട്ട് കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ പുരട്ടിക്കഴിഞ്ഞാൽ കുഴമ്പ് പോലെ നമ്മുടെ ഈ ഓയിലിനകത്ത് പറ്റിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കൃത്യമായിട്ട് തൂക്കാൻ പറ്റത്തില്ല. ഈ വള്ളിപ്പാൽ കൂടി ഉരുകി ഇതിൻ്റെ കൂടെ വരും. അതുകൊണ്ട് ഇന്ന് വെട്ടിയെങ്കിൽ നാളെ വെട്ടില്ലാത്ത ദിവസമാണെങ്കിൽ വെട്ടില്ലാത്ത ദിവസം വേണം നമ്മൾ തീർച്ചയായിട്ടും പുരട്ടി കൊടുക്കാൻ. അപ്പം വള്ളിപ്പാൽ ഉണങ്ങിയിരിക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് പുരട്ടി കൊടുക്കാം.
അത് ഇനി ഒരു പ്രാവശ്യം പുരട്ടി കഴിഞ്ഞാൽ വീണ്ടും 2 ആഴ്ച വെട്ടി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് കുറേ ഭാഗം ഇതുപോലെ വെട്ടിയത് കിട്ടും. ആ വെട്ടിയ ഭാഗത്ത് വീണ്ടും 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ മഴക്കാലം കഴിയുന്നത് വരെ അങ്ങനെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മരത്തിന് കേടില്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയൂ. നമ്മൾ ഈ കോമ്പൗണ്ട് തേച്ചതിന് ശേഷം നമ്മുടെ കയ്യിലൊക്കെ ഇത്തിരി പറ്റാനുള്ള സാധ്യതയുണ്ട്. ബ്രഷിലാവും. ഒരല്പം മണ്ണെണ്ണയോ അല്ലെങ്കിൽ ഡീസലോ പുരട്ടിയാൽ അത് തേച്ച് ഒരു തുണിയിൽ തുടച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ ദേഹത്തു നിന്നും പോവും, ബ്രഷിൽ നിന്ന് പോവും, എല്ലാ ഭാഗത്തു നിന്നും പോവും. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊന്നുമല്ല, തൂത്ത് കഴിഞ്ഞാൽ അന്നേരം പോകുന്നൊരു കോമ്പൗണ്ടാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.